ശ്രീ രമേശ് നാരായൺ വലിയ സംഗീതജ്ഞനാണ്, നല്ല പാട്ടുകാരനാണ്, സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അത് കുറച്ചേ ഉള്ളെങ്കിലും എനിക്കിഷ്ടമാണ്. പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ വളരെ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെയും പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് ഒരിക്കൽ അവാർഡും കിട്ടിയിട്ടുള്ളതാണ്, സംസ്ഥാന അവാർഡ്. ഈ ശ്രീ രമേശ് നാരായണന് ഞാൻ എവിടെ വെച്ചു, എനിക്ക് തോന്നുന്നു തലശ്ശേരിയിലാണോ കണ്ണൂരാണോ എന്ന് വെച്ച് മറന്നുപോയി. ഞാനൊരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. ആ മെയിൻ അതായിട്ട് ഉള്ളത് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അതിനകത്ത് ഞാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഇവിടെ ജയരാജ് ഇല്ലാത്തത് വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, ഇങ്ങനെ അതായത് അദ്ദേഹത്തിന് ഒരു വലിയ സംഗീതജ്ഞനായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെ അത്രത്തോളം പാകത വന്ന ഒരാളായിട്ട് പെരുമാറേണ്ട ഒരു സമയത്താണ് വളരെ അപക്വമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടത്. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും, അത് ആസിഫ് അലി എന്നല്ല, ഏത് മനുഷ്യൻ്റെ അടുത്തായാലും ആ രീതിയിൽ ഒരിക്കലും പെരുമാറിയത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് തെറ്റൊരുപാട് പറ്റാറുണ്ട് മനുഷ്യർക്ക്, പക്ഷേ ഇതുപോലെ പറ്റുകയല്ല. ഇതിനകത്ത് പറ്റിയത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, അതായത് രമേശ് നാരായണനെ ആദരിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, സിനിമാക്കാർ അവരങ്ങ് മറന്നുപോയി. മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സംഗീത സംവിധായകനെയൊക്കെ ആ രീതിയിലായിരിക്കും കാണുന്നത്. എനിക്കറിയില്ല എന്താണെന്ന്. അവസാനം ഈ അവാർഡെന്നും ആദരവെന്നൊക്കെ പറയുന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല ഒരിക്കലും. അത് ചോദിച്ചു വാങ്ങുന്നതിന് യാതൊരു വിലയുമില്ല. അത് മാത്രമല്ല, ആ ആദരവിൻ്റെ പുറയിൽ അത് ആര് തരുന്നു, ഒരു കുഞ്ഞു കൊണ്ട് തന്നാലും, അതുപോലെ ഒരു മുതിർന്ന ഒരാൾ തന്നാലും, അതൊരു വലിയ ഒരു വിശിഷ്ട അതിഥി കൊണ്ട് തന്നാലും, അല്ലെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ വളരെ ഉയർന്ന ഒരാൾ കൊണ്ട് ഇതിലൊന്നും യാതൊരു അർത്ഥമുള്ള ഒരു കാര്യമല്ല. ഞാൻ ഒരുപാട് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുമുണ്ട് ധാരാളം. മമ്മൂട്ടിക്ക് വരെ ഞാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന, അവരൊക്കെ വളരെ അന്തസ്സായിട്ടേ അത് വാങ്ങി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഈ രീതി പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആ വീഡിയോ വീണ്ടും വീണ്ടും അത് കാണാനിടയായി. മാധ്യമങ്ങളിൽ അത് ധാരാളം വന്നു കണ്ടു. ഞാൻ അതിനകത്ത് വിഷമം തോന്നി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ ഏറ്റവും ചെറുതായത് രമേശ് നാരായണനാണ്, അല്ലാതെ ആസിഫ് അലി അല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. രമേശ് നാരായണൻ മനസ്സിലാക്കണം ഇനിയുള്ള ജീവിതത്തിലെങ്കിലും. ഇത് അവിടെ ചെറുതായത് അദ്ദേഹമാണ്, അല്ലാതെ ആസിഫ് അലി അല്ല. ആസിഫ് അലി അന്തസ്സായിട്ട് അത് കൊണ്ടു കൊടുത്തു. വളരെ താണ് വണങ്ങിയാണ് അത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും ആസിഫ് അലി മോശമായ ഒരാളൊന്നും അല്ല. വളരെ, അതായത് അത്രത്തോളം ഫാൻസ് ഒക്കെ ഉള്ള ഒരു വലിയ നടനാണ് ആസിഫ് അലി. അതുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടനാണ് ആസിഫ് അലി. ധാരാളം സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഇപ്പോഴും ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു നടൻ, ആ നടനോട് ഒരിക്കലും ഈ സിനിമയിലെ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് രമേശ് നാരായണൻ ഒരിക്കലും അത് ചെയ്തത് ശരിയല്ല. കാരണം അത് കൊടുത്ത അവാർഡ് വാങ്ങണം, ആസിഫ് അലിയുടെ നിന്ന് വാങ്ങുന്നതല്ലേ ഒന്നുകൂടെ ഉത്തമം എന്ന് വിചാരിക്കണ്ടേ. അതിന് പകരം അത് ഏതെങ്കിലും വിധത്തിൽ ഒരു കൈ കൊണ്ടൊന്ന് വാങ്ങിയിട്ട് അത് ആസിഫ് അലി ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. ബഹുജന മധ്യത്തിലാണെന്ന് ആലോചിക്കണം. എന്നിട്ട് അവിടെ നിന്നിട്ട് കൈയാട്ടി വിളിക്കുകയാണ് ജയരാജന് കൊമ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വിളിച്ച് അയാളെ ഇന്ന് വാങ്ങിക്കണം. ഇയാൾക്ക് എന്താ ആവശ്യമായിരുന്നു? ഒന്നുകിൽ ഇത് വാങ്ങാതെ ഇയാൾ പോകണമായിരുന്നു. അല്ല, ഇത് അയാൾ ഈ അവാർഡിന്റെ കാര്യം വിളിച്ചു പറയുമ്പോൾ എനിക്കിത് വാങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകണം. അത് വേറെ കാര്യം. ഇതിനകത്ത് ബാക്കി അതിലെ മുൻനിര ആളുകളെ എല്ലാം, അണിയറ പ്രവർത്തകരെ എല്ലാം വിളിച്ച് ഇതുപോലെ അംഗീകാരം കൊടുത്തു. രമേശ് നാരായണന് വിളിച്ചില്ലെങ്കിൽ ഈ ചടങ്ങിന് വന്ന ആള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ ഇറങ്ങി പോകണം. അതാ ചെയ്യേണ്ടേ. അതിന് പകരം അവിടെ ഇരുന്ന് ചോദിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുക. ആളുകളുടെ തന്നെ വിളിച്ചില്ല, എന്നെ കണ്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് വിളിച്ചപ്പോൾ സദസ്സിലേക്ക് പോലും, ആ വേദിയിലേക്ക് വിളിക്കാതെ അവിടെ ആ സദസ്സിൽ വെച്ച് തന്നെ ആണ് ഇത് കൊടുക്കുന്നത്. അപ്പോഴേ അയാൾക്കത് റെഫ്യൂസ് ചെയ്യാമായിരുന്നു. ഒന്നാം തരമായിട്ട് അദ്ദേഹം അത് യഥാർത്ഥം ചെയ്യേണ്ടത് അത് റെഫ്യൂസ് ചെയ്യുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളിക്കുമ്പോഴല്ല, വിളിച്ച ആസിഫ് അലി തരും എന്ന് പറയുമ്പോൾ വാങ്ങാതെ പോയാൽ അത് അതിലും വൃത്തിയാണ്. അതിനുള്ള ഇടയുണ്ടാക്കാതെ അവിടെ നിന്ന് പോയേക്കണം. ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ, എനിക്ക് അങ്ങനെ പോകണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് പലയിടത്തൊന്നും. ഞാൻ ഇറങ്ങി അങ്ങ് പോകും. എനിക്കതിന് വിഷമമൊന്നുമില്ല. കാരണം നമുക്ക് ചെന്നിട്ട് നമ്മുടെ ഒരു അൺവാണ്ടഡ് ആയിട്ട് തോന്നുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോയിരിക്കരുത്. അത് ഏത് ചടങ്ങിനായാലും ശരി. ഒന്നോ രണ്ടോ ഇടത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകും. ഇദ്ദേഹത്തിന് വേണ്ട എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അത് ചോദിച്ചു വാങ്ങാൻ ഇരിക്കരുതായിരുന്നു, പോകണമായിരുന്നു. ഇനി ചോദിച്ചു വാങ്ങാൻ ഇരുന്നാൽ നമ്മൾ അന്തസ്സായിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോകണം.
അത് അതായത് ഇപ്പൊ ഈ എച്ചിൽ കുഴി പോയി ഇരുന്നിട്ട് എന്റെ തലയിൽ എച്ചിലല്ലേ വീണേ എന്ന് പറയുന്നതിൽ അർത്ഥം വല്ലതുണ്ടോ? അവിടെ പോയിരിക്കരുത്. അവിടെ ഇങ്ങനെയുള്ളവരടുത്ത്, അങ്ങനെ ആദരിക്കാത്ത ആളിന്റെ അടുത്ത് അദ്ദേഹം പോയിരിക്കാൻ പാടില്ലായിരുന്നു. അതാ വേണ്ടത്. അവിടെ ആ രീതിയിൽ ഒരു സംഗീത സംവിധായകൻ സിനിമയുടെ എന്ന് പറഞ്ഞ ഒരു മുഖ്യധാരാ പ്രവർത്തകൻ തന്നെയാണ്. അങ്ങനെ വരുന്നവരുടെ ആണിയറ പ്രവർത്തകനെ ആദരിക്കുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ആദരവ് കൊടുക്കുന്നു. സംഗീത സംവിധായകനെ ഒഴിവാക്കി അതായിരിക്കുന്നു. അവർ മറന്നുപോയതാണെന്നുണ്ടെങ്കിൽ ശരി, ഇത് അനങ്ങാതെ അങ്ങ് പോകണം. അതാ വേണ്ടത്. അവാർഡ് വാങ്ങിച്ചോണ്ട് പോകാണ്ട് ഉണ്ടായിരുന്നു. അതങ്ങനെ വീട്ടിൽ കൊണ്ട് തന്നായിരുന്നു പറഞ്ഞിട്ട് പോകണം. അതാ വേണ്ടേ? യവന്മാർ അവിടെ കൊണ്ട് കൊടുക്കണം അയാളുടെ വീട്ടില്. അതിന് പകരം അവിടെ ഇരുന്ന് ഇത് വാങ്ങിക്കാൻ പോയപ്പോ അത് കൊടുത്താണ്. ജയരാജനെ കഴിവ് ഒട്ടും മോശം ആളല്ലല്ലോ. ആസിഫ് അലി അല്ലേ, നല്ലൊരു സിനിമ നടനാണ്. വളരെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളും അഭിനയിച്ച ആളുമാണ്. അദ്ദേഹത്തിന്റെ ഇന്നത് വാങ്ങിയിട്ട് മര്യാദയ്ക്ക് അദ്ദേഹത്തിന് ഒരു കൈയും കൊടുത്ത് പോയിരുന്നെങ്കിൽ അതിലർത്ഥമുണ്ട്. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ വിളിച്ച് ജയരാജന് തിരിച്ചു കൊടുത്തിട്ടങ്ങ് പോട്ടെ, ഒരു കുഴപ്പമില്ലായിരുന്നു. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ, കാര്യം തീർന്നു. അപ്പൊ ഇതൊന്നുമല്ലേ, ഇതിന്റെ ആവശ്യമേ ഇല്ല. അദ്ദേഹത്തിനെ അവഗണിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവായിരുന്നു വേണ്ടത്. ചില യോഗങ്ങൾക്കൊക്കെ ആളുകൾ വലിയ മീറ്റിങ്ങുകൾക്കൊക്കെ നമ്മളെ വിളിച്ചോണ്ടു പോകും. അതിലെ ഏറ്റവും വിശിഷ്ട അതിഥി എന്നൊക്കെ പറയുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും മിക്കവാറും. അങ്ങനെ വരുന്നവരെ ചിലവര് ഈ സ്വാഗതം പറയുന്നവന്മാരുണ്ടല്ലോ, ഇതങ്ങ് മറന്നുപോകും. ബാക്കി അവിടെയുള്ള ഞാലാവിയിലേക്കും എല്ലാം സ്വാഗതം പറയുമ്പോഴേ അവസാനം ഒരുത്തം ഒരു തുണ്ട് കൊണ്ട് കൊടുക്കും. ഞാനേ അങ്ങ് മറന്നുപോയി എന്നും പറഞ്ഞ് ഇന്ന് ചിലർ പറയും. വളരെ വിവരക്കേടാണത്. ഒരാളെ ആ വേദി ഇരുത്തി ആക്ഷേപിക്കുന്നതിന് ഞാൻ ഒരുപാടെണ്ണ എനിക്കങ്ങനെ പറ്റിയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്. ചില ആളുകൾ എൻ്റെ കൂടെ ഇരിക്കുന്ന കൊള്ളാവുന്ന ആളുകളെ അവോയ്ഡ് ചെയ്യുന്ന മറന്നു പോകുന്നതാണ്. അത് ചിലപ്പോൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോയെന്നിരിക്കും. അത് കാര്യം അത് മറന്നു പോയെങ്കിൽ അത് പറയണം. അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാൻ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറയണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരാൾ ആദരവിന് അണിയറ പ്രവർത്തകർക്ക് ആദരവ് കൊടുക്കുമ്പോൾ, ഈ സിനിമയുടെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തെ ഒഴിവാക്കിയത്, ആദ്യത്തെ നിരയെന്ന് ഒഴിവാക്കിയത് വൻ തെറ്റ്. അദ്ദേഹത്തിനെ പോലുള്ള ഒരു സംഗീത സംവിധായകനെയും ഒരു സംഗീതജ്ഞനെയും ആ വേദിയിൽ തന്നെ വിളിക്കണം. അത് തെറ്റാണ് ചെയ്തത്. ആ സംഘാടകർ കാണിച്ച തെറ്റാണ്. അതിന് പ്രതികരിക്കേണ്ടത് ഈ രീതിയിലല്ല. അപ്പൊ ജയരാജിന്റെ ഇന്ന് വാങ്ങണം, ആളിനെ കൈ കാണിച്ച് വിളിക്കുക, അയാൾ വന്നിട്ട് അവാർഡ് കൊടുക്കുന്നത് എന്തോന്നാ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ലത്. എന്തിനാ ഈ സർക്കസ് കാണിക്കാൻ പോയത്? നാണം കിട്ടില്ലേ രമേശ് നാരായണൻ? ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. നല്ലതല്ല ചെയ്തത്. ഇതുപോലെ ആരോടും പെരുമാറുന്നത്, ഒരു സിനിമ നടനോടോ അല്ലെങ്കിൽ അതിനും ഉയർന്ന ആളുകളോടോ ഇങ്ങനെ പെരുമാറുന്നത് തെറ്റാണ്. ഒരു മനുഷ്യനോടും ഇങ്ങനെ പെരുമാറുന്നത്